ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ വിക്രമും പ്രകാശനും കൂടെ കാണാൻ പോയത് സരയുവിനെയും ഷാരിയും തന്നെയാണ്. അപ്പം അവരോട് രണ്ടുപേരോടായിട്ട് സരയു പറയുന്നുണ്ട്, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഇതിന് വേണ്ടുന്ന എത്ര ചിലവാണെങ്കിലും അത് ഞങ്ങൾ വഹിച്ചോളാം, അതിന് വേണ്ടുന്ന അഡ്വക്കേറ്റിനെയും ഞങ്ങൾ തന്നെ ഏർപ്പാടാക്കിക്കോളാം. പക്ഷേ തെളിവുകൾ ഒന്നൊന്നായി നീ കണ്ടെത്തണം വിക്രം. നിന്നെ തല്ലിയതിന് സാക്ഷികളുണ്ട്, അവരെ കോടതിയിൽ ഹാജരാക്കണം. ഷാരി വീണ്ടും പറയുന്നുണ്ട്, അതേ വിക്രം, ഇത് നമുക്ക് കിട്ടിയ സുവർണാവസര. അവൾക്ക് ജാമ്യം കിട്ടിയാലും അവൾ കേസും വഴക്കുമായിട്ട് കുറച്ചു കാലം നടക്കേണ്ടി വരും. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, അല്ല എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിയലും അവൾ വക്കീലുമായിട്ട് അവിടെ വന്നു, അതെങ്ങനെയാ? അത് ഷാരിക്കും സരയുനും ഒരു അത്ഭുതം തന്നെയായിരുന്നു. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ആ SIയും അവളുടെ ഭർത്താവുമായിട്ട് ഭയങ്കര അടുപ്പത്തിലാണ്, പിന്നെ അവൻ്റെ അച്ഛനുമായിട്ടും അങ്ങനെ വിളിച്ച് പറഞ്ഞതായിരിക്കുന്നേ. അപ്പോഴും പ്രകാശം പറയാണ്, അല്ല ഞങ്ങളവിടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും തന്നെ അവളെവിടെ വന്നു. പക്ഷെ ആര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ സേനൻ്റെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ തന്നെ അവരെക്കാര്യം അവരോട് വിളിച്ച് പറഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും വക്കീലുമായിട്ട് വന്നത്. അപ്പോഴേക്കും സരയു പറയുന്നുണ്ട്, ശരി, പൂർണ്ണമായിട്ടും നിന്റെ ഭാഗത്താണ് വിക്രം, അതുകൊണ്ട് ഈ കേസ് നീ വിജയിച്ചിരിക്കും. പ്രകാശനും വിക്രത്തിനും കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടുകയാണ്. അതിനുശേഷം സരയു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അച്ഛനെ കാണുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം അവളോടാ. എൻ്റെ പേരിൽ സ്വത്തെഴുതി വെക്കാൻ പോകുന്ന നേരത്താ കിരണും സോണിയും കൂടി ഉടക്കെടുത്തിട്ടത്. അതൊക്കെ ആ കല്യാണിയുടെ ബുദ്ധിയാ. അപ്പോഴേക്കും ഷാരിയും പറയുന്നുണ്ട്, വെറും 3ാം ക്ലാസ് വരെ പഠിച്ച കല്യാണിയുടെ ബുദ്ധിയാണോ പ്രകാശ നിങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നത്? അവളുടെ പെയിൻറ്റിങ്ങിനെ പറ്റി ഒരു ഇൻ്റർവ്യൂ ഒക്കെ വന്നായിരുന്നു, അത് കണ്ടായിരുന്നോ? അപ്പം പ്രകാശം വലിയ താല്പര്യമില്ലാത്ത മട്ട് പറയുന്നുണ്ട്, ആ കാദംബരി എന്തൊക്കെയോ ഇവനോട് പറയുന്നത് കേട്ടു, ഞാൻ വലിയ മൈൻഡ് വെക്കാനൊന്നും പോയില്ല, അതിൻ്റെ കാര്യവുമില്ല. അപ്പോഴേക്കും സരയു പറയുന്നുണ്ട്, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അതിൽ വെച്ച് കാച്ചുന്നുണ്ട്. അപ്പം വിക്രം ഇടയ്ക്ക് കയറുന്നുണ്ട്, അത് പിന്നെ എങ്ങനെയാ? അവൾ ആ കിരണിൻ്റെ കൂടെ കൂടിയ ശേഷം ആ പാറുയില്ലേ, ആ കൊച്ചുപെണ്ണ്, അവൾ വല്ലാതെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ചെറുതിൽ പഠിക്കുന്ന കാലത്തും അവൾ പാഠപുസ്തകം എടുത്ത് നോക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പം ഷാരിയും പുച്ഛത്തോടെ പറയുന്നുണ്ട്, എന്തായാലും അവൾക്കിപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം. ഇന്നിപ്പോൾ ആർട്ട് വർക്കിൻ്റെ ഫംഗ്ഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ അവൾ തല ഉയർത്തി പിടിച്ചായിരിക്കും പിന്നെ സംസാരിക്കുന്നത്. അപ്പം വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എനിക്ക് മുകളിലേക്ക് പോകണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു, അതുകൊണ്ട് അവൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചെടുത്തത്. അപ്പോൾ സരയും പറയുന്നുണ്ട്, അത് എന്നെ തോൽപ്പിക്കാനും കൂടിയാ വിക്രം, അവളിപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് മുകളിലേക്ക് പോവുക, വലിയ കാശുകാരിയാ, ഒരു കമ്പനിയുടെ MDയാ. അങ്ങനെയുള്ള അവൾ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ കേട്ടുകൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കുകയാണ് പ്രകാശനും പറയുന്നുണ്ട്, അതെ, അവൾ ജയിലിൽ കിടക്കണം. ഇവനെ അടിച്ചപ്പോൾ ഒരു കേസ് പോലും കൊടുക്കാൻ പറ്റാതെ വീർപ്പ് മുട്ടി നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാ എല്ലാ കാര്യങ്ങളും നോക്കാമെന്ന് നിങ്ങൾ സമ്മതിച്ചത്. ഇനിയിപ്പോൾ മുന്നും പിന്നും നോക്കാനൊന്നുമില്ല, കോടതി എങ്കിൽ കോടതി, പോലീസ് സ്റ്റേഷൻ എങ്കിൽ പോലീസ് സ്റ്റേഷൻ, നീതിപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം, അല്ലേടാ? വിക്രത്തെ നോക്കി പറയാണ്. വിക്രം ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതെ. അതിനുശേഷം പ്രകാശം പറയാണ്, പിന്നെ വേറൊരു സന്തോഷ വാർത്ത കൂടെയുണ്ട്, സോണി കല്യാണം കഴിച്ചില്ലേ, പുതിയൊരുത്തൻ, അവൻ്റെ തലക്കാരോ അടിച്ചെന്ന്. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പ്രകാശം പറയുന്നത്. അത് കേട്ടപ്പോഴേക്കും ഷാരിക്ക് ഒന്നുകൂടെ സന്തോഷം കയറുകയാണ്. അത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു, അതാണിപ്പോൾ ആകെയുള്ളൊരു സന്തോഷം. എൻ്റെ ഭർത്താവിനെ തലയ്ക്ക് വെളിവില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക. അപ്പോൾ അവളുടെ ഭർത്താവ് തല പൊട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്തുകൊണ്ടും നല്ലതാ. അപ്പോൾ പ്രകാശനും വിക്രത്തിനൊക്കെ ഒരേ മാനസികാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് എന്ത് സംഭവിച്ചാലും ഒരേ ആറ്റിറ്റ്യൂഡാണല്ലോ ഇവർക്കൊക്കെ. അപ്പോൾ സരയു പറയുന്നുണ്ട്, അവളുടെ ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ മോഷണം പോയിന്നാണ് കേൾക്കുന്നത്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ചെറുതായിട്ട് വിക്രത്തിനൊരു പരിഭ്രമം ഉണ്ടാവുന്നുണ്ട്. വലിയ തലയൊന്നും കൊടുക്കുന്നില്ല അവർ പറയുന്ന കാര്യത്തിന്. അപ്പോൾ സരയു പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, അതാര് ചെയ്തതാണെങ്കിലും അവരെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് കൈ കൊടുക്കായിരുന്നു. അപ്പോൾ വിക്രം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ തന്നെയാണ് അത് എന്നുള്ളൊരു അർത്ഥത്തിൽ. അപ്പം പ്രകാശം പറയാം, അല്ല, അതൊക്കെ കേൾക്കുന്ന സമയത്ത് ആ SI എന്താ പറഞ്ഞതെന്നറിയോ, അതും അയാൾ ഇവൻ്റെ തലയിൽ വെച്ച് കെട്ടുക, ഇവനാണ് അത് ചെയ്തതെന്നും പറഞ്ഞ്. അന്നൊരു ദിവസം ഒരു മോഷണ കേസിൽ ഇവനെ കുടുക്കി, അതിനുശേഷം എന്ത് മോഷണം നടന്നാലും അതിനൊക്കെ ഇവനെ വെച്ച് കെട്ടാനാണ് അവരുടെ ശ്രമം. ഇത് എവിടുത്തെ നാട്ടു നടപ്പായി ഇത്? പ്രകാശനിങ്ങനെ അരിശം കൊള്ളുകയാണ്. അപ്പോഴേക്കും സരയും ഷാരിയും പരസ്പരം മുഖത്തോട് പോയി നോക്കുന്നുണ്ട്. അവർക്കറിയാം വിക്രം തന്നെ ചെയ്യുന്നതെന്ന്, എന്നാലും പ്രകാശിനെ സന്തോഷിപ്പിച്ചേ പറ്റൂ, അതുകൊണ്ട് പറയുന്നുണ്ട്, അതൊക്കെ ആ കല്യാണിയും കിരണും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിക്രത്തിന് ചെറുതല്ലാത്ത രീതിയിലൊരു സന്തോഷമാവുകയാണ്, സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെനിക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ആവേശത്തോടെ ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തത്. അവളെ കോടതി വിസ്തരിക്കുന്നത് എനിക്കൊന്ന് കാണണം. അതിനുശേഷം സരയു പറയുന്നുണ്ട്, വക്കീലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ വിളിച്ചു പറയാം, ആ നേരത്ത് നിങ്ങൾ പോയി വക്കീലിനെ കാണണം. പിന്നെ അന്നത്തെ സാക്ഷികളെ സംഘടിപ്പിക്കണം, കോടതിയിൽ വരുന്നതിന് അവർക്ക് വല്ലതും കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം.
പ്രകാശനും വിക്രവും മുഖത്തോട് മുഖം നോക്കിയിട്ട് സെറ്റാണെന്നുള്ള അർത്ഥത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, എന്തായാലും കോടതി നിനക്ക് അനുകൂലമായ തീരുമാനം എടുക്കണം. അവളെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്നേ. അപ്പോഴേക്കും ശാരി പറയാണ്, ആ പ്രകാശ അപ്പം എല്ലാം പറഞ്ഞതുപോലെ വാ എന്നും പറഞ്ഞുകൊണ്ട് സരയുവിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവർ രണ്ടുപേരും അടുത്തുനിന്ന് പോയ സമയത്ത് വിക്രത്തിനോട് പ്രകാശൻ പറയുന്നുണ്ട്, കണ്ടില്ലേടാ അവളുടെ ഒരു തൻ്റെ ഇടം. എടാ നീ ആ സോണിയെ വളച്ചു കിടന്ന ആ സമയത്ത് ഇവളെ എങ്ങോ വളച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കല്യാണിയും കിരണിയും ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. അതിന് വിക്രം മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോൾ പ്രകാശൻ തന്നെ പറയുന്നുണ്ട്, അതെങ്ങനെയാ നേരാവണ്ണം ഒന്നും തോന്നത്തില്ലല്ലോ സമയത്തിന്. അതേസമയം കല്യാണി വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് കോടതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുകയായിരുന്നു. അയാൾ എല്ലാ കാര്യങ്ങളും കല്യാണിക്ക് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയും സെക്ഷനുകൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കല്യാണി നോട്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. കല്യാണിക്കെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവസാനം ഞങ്ങൾ വക്കീലന്മാരുടെ പണി കളയോ? അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ കല്യാണിയും പറയുന്നുണ്ട്, സാറ് ഞങ്ങളുടെ കമ്പനി വക്കീലല്ലേ, പിന്നെ എങ്ങനെ പണി പോവാനാ? അപ്പോൾ അയാളും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ, മേടയിൽ പോയി കാണിക്കുന്നതേ കുറച്ച് സാഹസാ. ചിരിച്ചുകൊണ്ട് തന്നെ കല്യാണി പറയുന്നുണ്ട്, എനിക്ക് ആത്മവിശ്വാസമുണ്ട് സാർ. 1-2 സിറ്റിങ്സ് കൂടി കഴിയുമ്പോൾ ഈ കേസിനെ കുറിച്ച് അറിയാനുള്ളതെല്ലാം ഞാൻ അറിയും. അപ്പം അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സാഹചര്യ തെളിവുകളെല്ലാം മേഡത്തിനെതിരാ, പക്ഷേ അവിടെ ഒരുപാട് തെളിവുകൾ ഈ പറഞ്ഞ വിക്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ബലം. അവൻ എൻ്റെ അനിയനാണെങ്കിലും ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലാണവൻ. എൻ്റെ അച്ഛൻ വലിയ ഡോക്ടറാവും കലക്ടറാവും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാ. എന്നിട്ട് അവൻ ഇതൊന്നും ആയില്ലെന്ന് മാത്രമല്ല, സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കൽ കൂടിയാണ് ഇപ്പോഴവൻ്റെ ജോലി. അതുകൊണ്ട് തന്നെയാണ് അവനെതിരെ വാദിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോഴും അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, എന്തായാലും എല്ലാം നന്നായി വരട്ടെ. കോടതിയിൽ അന്ന് ഞാനുണ്ടാവും, എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരികയും ചെയ്യും. വക്കീൽ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. എന്തായാലും പോയിൻറ്റ്സ് ഒക്കെ കല്യാണി കുറിച്ചു വെച്ചോ. അവിടെ പിന്നെ കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. കല്യാണി അയാൾക്ക് നന്ദി പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. കല്യാണി അവിടുന്ന് നേരെ പോയത് രൂപയുടെ അരികിലേക്കാണ്. അപ്പോൾ രൂപ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, വിക്രം ആയിരിക്കുമോ മോളെ ആൽബി മോൻ്റെ തലക്കടിച്ചത്? അപ്പം കല്യാണി പറയുന്നുണ്ട്, അങ്ങനെ ആയിരിക്കാനാ സാധ്യത. ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കാണൂന്നാ അവൻ അന്ന് എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോഴാണ് ഞാൻ അവനെ തല്ലിയത്. അങ്ങനെയെങ്കിൽ ചന്ദ്രേട്ടൻ അവനെ വെറുതെ വിടില്ല, രൂപയും പറയുന്നുണ്ട്. അപ്പോഴേക്കും കല്യാണി പറയാണ്, അച്ഛനും അമ്മയും ഇനിയുള്ള കാലം വിശ്രമിച്ചാൽ മതിയെന്ന് കിരണേട്ടൻ അന്ന് പറഞ്ഞില്ലേ? എൻ്റെ ആങ്ങളെയാണ് പ്രതിയെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അമ്മേ. മോൾ എന്താ ചെയ്യാൻ പോകുന്നത്? രൂപ ചോദിക്കുന്ന സമയത്ത് കല്യാണി പറയുന്നുണ്ട്, അതൊക്കെ അമ്മ കണ്ടോ, ഈ കേസ് ഞാനാ ഏറ്റെടുത്തിരിക്കുന്നത്, ഞാനാ വാദിക്കാൻ പോകുന്നത്. അപ്പോൾ രൂപ അത്ഭുതത്തോട് ചോദിക്കുകയാണ്, മോളോ? അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അമ്മേ എനിക്കത്ര പഠിപ്പൊന്നുമില്ല, എന്നാലും ചില സമയത്ത് ചില കുറ്റങ്ങൾ തെളിയിക്കാൻ എനിക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് കിരണേട്ടൻ അറിയാം. അന്ന് ഞാൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കമ്പനിയിലെ ഒരു ഫയൽ മുക്കിയവനെ ഞാനത് കണ്ടുപിടിച്ച് കിരണേട്ടനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കിരണേട്ടൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ രൂപക്ക് ഓർമ്മ ഉണ്ടെങ്കിലും കല്യാണി പറയുന്നതിനോട് രൂപക്ക് കിരൺ ചെയ്ത പോലെ തന്നെ യോജിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കോടതിയിലെ കാര്യമാണല്ലോ. അപ്പം കല്യാണി വീണ്ടും കോൺഫിഡൻസോടെ പറയാണ്, അങ്ങനെയുള്ള എനിക്ക് ഈ കേസ് കോടതിയിൽ വാദിച്ച് ജയിക്കാൻ പറ്റും അമ്മേ. ഇവിടെ എന്നെ സഹായിക്കാൻ നമ്മുടെ കമ്പനി വക്കീലുണ്ടമ്മേ, സോമനാഥൻ സാറ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യയായി കഴിഞ്ഞു. ഇന്നിപ്പോൾ എനിക്കെതിരെയാണ് അവൻ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഞാനാണ് പ്രതി. എനിക്ക് വാദിക്കാൻ പറ്റും അമ്മേ. അപ്പോൾ രൂപ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിന് പറ്റും, പക്ഷേ കോടതി അത്ര നിസ്സാരമായിട്ട് കാണരുത് മോളെ. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, സോണിയും ആൽബിയേട്ടനും എത്രത്തോളം പാവാണെന്ന് അമ്മയ്ക്കറിയാലോ. അങ്ങനെയുള്ള ആൽബിയേട്ടനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അവനെ വെറുതെ വിടാൻ പാടില്ല. അപ്പോൾ രൂപ ചോദിക്കുന്നുണ്ട്, അതിന് വിക്രമാണ് അവൻ്റെ തലക്കടിച്ചതെന്ന് മോൾക്ക് ഉറപ്പുണ്ടോ? അപ്പം കല്യാണി കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത്, ഞാൻ ആരെങ്കിലും സംശയിച്ചാൽ അത് ശരിയായിട്ട് വരാറുണ്ടമ്മേ. ശരണ്യയുടെ വീട്ടിൽ സംഭവിച്ചതും സോണിയുടെ വീട്ടിൽ സംഭവിച്ചതും സമാനമായ സംഭവങ്ങളാണ്. അന്നും അവർ 3 പേരാ ആ വീട്ടിൽ കയറിയത്. ഇതും അങ്ങനെ തന്നെ. ശരണ്യയുടെ ഭാഗ്യദോഷം കൊണ്ട് അന്ന് തലക്കടിയേറ്റ ശരണ്യയുടെ ഭർത്താവിൻ്റെ അരയ്ക്ക് താഴ്ഭാഗം തളർന്നുപോയി. അതുകൊണ്ട് അവനെ കണ്ടപ്പോൾ ഞാൻ അവൻ്റെ കരുണ തടിച്ചത്. അത് ആൽബിയേട്ടനോട് ചെയ്തതുകൊണ്ട് മാത്രമല്ല, ശരണ്യയുടെ സംഭവം എന്നെ വല്ലാതെ ഉലച്ചത് കൊണ്ടാണ്. ഇവിടെയും പ്രതി അവൻ തന്നെ ആയിരിക്കും അമ്മേ. അതുകൊണ്ട് എനിക്കെതിരെ കേസ് കൊടുത്തതിന് പിന്നാലെ സോണിയെ കൊണ്ട് ഞാനൊരു കൗണ്ടർ കേസും കൊടുപ്പിച്ചിട്ടുണ്ട്. അതിലവന് ജാമ്യം കിട്ടും. പക്ഷേ കോടതി കൂടുമ്പോൾ അവിടെ നിന്ന് അവൻ വേർക്കുന്നത് കോടതിയിലുള്ളവർക്ക് കാണാം. ഇതൊക്കെ കേട്ടിട്ട് രൂപ വീണ്ടും പറയുന്നുണ്ട്, കോടതി അത്ര നിസ്സാരമല്ല മോളെ. വിധി എതിരായാൽ മോൾക്ക് ജയിലിൽ പോവേണ്ടി വരും. ഒരു ദിവസം പോലും മോൾ ജയിലിൽ കിടക്കുന്നത് കാണാനുള്ള ശക്തി ഈ അമ്മയ്ക്കില്ല. കിരണും തകർന്നു പോവും. രൂപ സങ്കടത്തോടു കൂടി പറയാണ്. അപ്പോഴും കല്യാണി വിഷമത്തോടെ തന്നെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ. ഇവിടെ സത്യം നമ്മുടെ ഭാഗത്താ. അതുകൊണ്ട് നമ്മളെ ജയിക്കൂ. അമ്മേ ഞാൻ പോയിട്ട് വരാം. അത് പറഞ്ഞുകൊണ്ട് കല്യാണം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷെ എന്നിട്ട് രൂപയുടെ ടെൻഷൻ മാറിയിട്ടുണ്ടായിരുന്നില്ല.
കല്യാണി നേരെ കാറിലേക്ക് കയറാൻ വേണ്ടി പോകുന്ന സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഡി. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശാരിയും സരിയും കൂടിയാണ്. അപ്പം കല്യാണി ഒന്നും പറയാതെ അവർ തന്നെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പം സരയു ശാരിയോട് പറയുന്നുണ്ട്, അമ്മേ ഇവള് ചിലപ്പോൾ തല്ലും കേട്ടോ. വിക്രത്തെ പൊതുനിരത്തിൽ വെച്ച് തല്ലിയതുപോലെ ചിലപ്പോൾ നമ്മുടെ കാരണത്തും ഇവൾ കൈവെക്കും. അപ്പം ശാരി പറയുന്നുണ്ട്, ആ തല്ലട്ടടി, അതും കൂടി ചേർത്തിട്ടേ നമുക്ക് കേസ് കൊടുക്കാലോ. അപ്പം സരയു ചിരിക്കുകയാണ്. രണ്ടുപേരും അത് കഴിഞ്ഞ് കല്യാണിക്ക് അരികിലേക്ക് വരികയാണ്. അപ്പോഴും കല്യാണി ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ശാരി വീണ്ടും പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, എടി നിന്റെ കൈക്ക് ഭയങ്കര തരിപ്പാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് നീ നിന്റെ ആങ്ങളുടെ കരണത്ത് തീർത്തു എന്നും ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ സരയു ചിരിച്ചോട് പറയാണ്, അതിനെന്താ, ഇനിയിപ്പോൾ ജയിലിൽ പോയി കിടക്കാലോ. അപ്പോൾ കല്യാണി അവരെ തന്നെ നോക്കിക്കൊണ്ട് പറയും, ആഹാ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ അറിയുന്നുണ്ടല്ലേ. അവനെ മാത്രമല്ല, വേണ്ടി വന്നാ നിങ്ങൾ രണ്ടെണ്ണത്തിനെയും തല്ലാൻ ഞാൻ മടിക്കില്ല. അത് കേട്ട സമയത്ത് ശാരിയുടെ സരയുടെ മുഖത്തുള്ള ചിരിയൊക്കെ മാഞ്ഞ് ദേഷ്യം വരികയാണ്. സരയു പറയുന്നുണ്ട്, അറിയാടി അറിയാം, നീ തല്ലൂന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ തല്ല്, അതുകൂടെ ചേർത്ത് ഞങ്ങൾ കേസ് കൊടുത്തോളാം. അപ്പോൾ കല്യാണി സരയുവിനോട് പറയാണ്, ഇത് പഴയ കല്യാണിയല്ല, എനിക്കിപ്പോൾ എൻ്റേതായ സ്റ്റാൻഡുണ്ട്. അപ്പോൾ ശാരി കളിയാക്കിക്കൊണ്ട് പറയും, എന്തോന്ന് സ്റ്റാൻഡോ? എടി ബസ് സ്റ്റാൻഡിൽ പാലും കൊടുത്ത് നടന്നുകൊണ്ടിരുന്നവളല്ലേടി നീ. പെട്ടെന്നാണ് അവൾക്ക് 10 കാശുണ്ടായത്, അപ്പോൾ അവൾക്ക് സ്റ്റാൻഡുണ്ട് പോലും. അയ്യ, കളിയാക്കിക്കൊണ്ട് പറയാണ് ശാരി. അത് കേൾക്കുമ്പോൾ സരയും ചിരിക്കുന്നുണ്ട് പരിഹാസത്തോടെ. കല്യാണി പക്ഷെ അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ശാരി പറയാണ്, അതെ നിന്റെ കെട്ടിയോനെ വലിയ കാശുകാരനാ, അതുകൊണ്ട് നിനക്ക് സ്വന്തമായിട്ടൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം സരയു പറയുന്നുണ്ട്, നീ കൂടുതൽ അഹങ്കരിക്കേണ്ടടി, ഈ കേസ് വിക്രം അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. പക്ഷേ കല്യാണി പുച്ഛത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, ഈ കേസ് കൊണ്ട് നീ നട്ടം തിരിയും. അപ്പോൾ ശാരിയും പരിഹസിച്ചുകൊണ്ട് പറയാണ്, അവിടുന്ന് നീ രക്ഷപ്പെടില്ലടി, കോടതി വിധി കഴിഞ്ഞ് ജയിലിൽ കിടക്കുന്ന നിന്നെ കാണാൻ ഞങ്ങൾ രണ്ടുപേരും വരുന്നുണ്ട്. പക്ഷെ കല്യാണി പുച്ഛത്തോടെയാണ് മറുപടി കൊടുക്കുന്നത്, ജയിലിൽ കിടക്കുന്നതൊന്നും എനിക്ക് പേടിയുള്ള കാര്യമല്ല. ഇപ്പോൾ രണ്ടാളും കൂടി മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളെ നോർമലാക്കി തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. അത് കേട്ടപ്പോൾ സരയുവിന് ദേഷ്യം കയറുകയാണ്. നീയും നിൻ്റെ ഭർത്താവും കൂടിയാ എൻ്റെ അച്ഛനെ മെൻ്റലാക്കിയത്, അതിന് ഞങ്ങൾ പകരം വീട്ടിയിരിക്കും. അപ്പോൾ കല്യാണി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എൻ്റെ ഈ കൈ കണ്ടല്ലോ, വിക്രത്തെ നിങ്ങളൊക്കെ നേരിൽ കണ്ടെങ്കിൽ അവൻ്റെ കവിളത്ത് കാണും ഈ കൈയുടെ പാട്. വെറുതെ നീ നിൻ്റെ കവിളത്ത് പാട് വീഴ്ത്താതെ പോവാൻ നോക്ക്. അപ്പോൾ സരയു ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നീ ആരടി, പെൺഗുണ്ടയോ? അപ്പോൾ കല്യാണി പറയാ, നിങ്ങളെപ്പോലുള്ളവരുടെ അടുത്ത് ചിലപ്പോൾ ഗുണ്ടായിസൊക്കെ കാണിക്കേണ്ടി വരും, ഒരിക്കലും നന്നാവില്ലെന്ന് ശപഥം എടുത്ത ചിലരുണ്ട്, അവരെ നന്നാക്കാൻ ചിലപ്പം തല്ലേണ്ടിയും വരും. അപ്പോൾ സരയു പറയുന്നുണ്ട്, സംസാരിച്ചു തുടങ്ങിയപ്പോൾ നിനക്ക് 100 നാവാണല്ലോ. അപ്പോൾ ശാരിയും കളിയാക്കുകയാണ്, അതെ, അവൾ ഇതുവരെ സംസാരിക്കാതിരുന്നത് മുഴുവൻ ഒറ്റയടിക്ക് സംസാരിച്ച് തീർക്കാനുള്ള ശ്രമമാ. അപ്പോൾ കല്യാണി തിരിച്ചു പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ, പല രീതിയിൽ എന്നെയും കിരണേട്ടനെയും തോൽപ്പിക്കാൻ നിങ്ങൾ നോക്കിയല്ലോ, എന്നിട്ട് എന്തായി? ഇതൊന്നും അല്ല നിന്നെ ഒന്നും തേടി വരാൻ പോകുന്നത്, നിന്റെ മുന്നിൽ വലിയൊരു ദുരന്തം ഉണ്ട് സരയു. അപ്പോൾ സരയു ശാരി ഒരുപോലെ ഷോക്കാവുകയാണ്. എന്നിട്ടും സരയു പറയുന്നുണ്ട്, ഇതുവരെ ഞങ്ങൾക്കായിരുന്നു പരാജയം, ഇനി അത് തിരിച്ചായിരിക്കും. വീണ്ടും കല്യാണി പറയാണ്, ഒരിക്കലുമല്ല, നിന്റെ ജീവിതത്തെപ്പറ്റി നിനക്ക് തിരിച്ചറിവില്ല, നീയാ ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിക്കാൻ പോകുന്ന പെണ്ണ്. അതാലോചിക്കുമ്പോൾ നീ ശത്രുവാണെങ്കിൽ പോലും എൻ്റെ മനസ്സിലുമുണ്ട് നേരിയ സങ്കടം. അപ്പോൾ ശാരി കളിയാക്കിക്കൊണ്ട് പറയാണ്, എൻ്റെ മോൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് നീ പറയുന്നത്? നാളെ ഇവളെയും കൊണ്ടേ ഇവളുടെ ഭർത്താവ് അമേരിക്കയിലേക്ക് പോവും, ഞാനും കൂടെ പോവും, അവിടെ ചെന്നിട്ട് ഒരു സെൽഫി എടുത്തിട്ട് നിനക്ക് അയച്ചു തരാം. അപ്പോൾ കല്യാണി കളിയാക്കിക്കൊണ്ട് പറയാണ്, അമേരിക്ക മാത്രമാക്കണ്ട, അതിനടുത്തും വേറെ പല രാജ്യങ്ങളും ഉണ്ടല്ലോ, അവിടെയെല്ലാം പോയിട്ട് സെൽഫി എടുത്ത് അയക്കണം, അത് കാണാൻ വേണ്ടി കാത്തിരിക്കുക ഞങ്ങളൊക്കെ. അതും പറഞ്ഞ് കല്യാണി പോകാൻ ഡോറ് തുറക്കുമ്പോഴേക്കും വീണ്ടും സരയു പറയാണ്, ഡി നീ നോക്കിക്കോ, ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ശല്യം ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. പകരം കല്യാണി പറയുന്നുണ്ട്, ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ലടി, കാരണം നിനക്ക് ചെയ്യേണ്ടതൊക്കെ ദൈവം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോഴും ശാരി സരയു അത്ഭുതപ്പെടുകയാണ്, എന്തായിരിക്കും ഇവൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് നീ അത് അനുഭവിച്ച് തീർത്താൽ മാത്രം മതി. എന്നിട്ട് കല്യാണി കയറി പോവുകയാണ്. അപ്പോൾ സരയു ഇങ്ങനെ സംശയത്തോടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അവൾ എന്താ അമ്മ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്കറിയില്ല, പക്ഷേ അവളാണിപ്പോൾ ജയിച്ചത്. അപ്പോൾ സരയു എന്ന് വെച്ചാൽ അവസാനം 5 ഡയലോഗ് പറഞ്ഞിട്ട് പോയത് അവളാ, നമ്മൾ തോറ്റുപോയി. അപ്പോൾ സരയു പറയുന്നുണ്ട്, അത് സാരമില്ല അമ്മേ, അവൾ ജയിലിലേക്ക് പോകുമ്പോൾ അതിനേക്കാളും നല്ല 5 ഡയലോഗ് പറഞ്ഞ് നമുക്ക് ജയിക്കാം. പ്രകാശനും വിക്രവും കൂടി സരയും ശാരിയും കൂടി ഏർപ്പാടാക്കിയിട്ടുള്ള അഡ്വക്കേറ്റിനെ കാണാൻ പോയിട്ടാണുള്ളത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വക്കീൽ ഫീസ് തരാനില്ലാത്തത് കൊണ്ട് രാഹുൽ സാറിൻ്റെ ഭാര്യയും മകളും കൂടിയാണ് ഈ കേസിന് ഏർപ്പാടാക്കിയിട്ടുള്ളത്, അവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് കേസ് വാദിച്ചിട്ടുള്ളതാ. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, സാറേ നടു റോട്ടിൽ വെച്ചിട്ട് ഇവനെ തല്ലുന്നത്,
അത് കണ്ട് ഒരുപാട് പേരുണ്ട്, ദൃക്സാക്ഷികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, മനസ്സിലായി, കേസൊന്ന് ബലപ്പിച്ചു കഴിഞ്ഞാൽ സ്ത്രീയാണെങ്കിലും പൊതുനിരത്തിൽ വെച്ച് തല്ലിയതിന് കേസ് ഉറപ്പാ. പക്ഷേ അതിനുള്ള പ്രകോപനം എന്തായിരുന്നു? അപ്പം വിക്രത്തിനെ നോക്കുകയാണ് പ്രകാശ്. അപ്പം വിക്രം വേഗം പറയുന്നുണ്ട്, ഒന്നുമില്ല സാറേ, എൻ്റെ മുൻ ഭാര്യയുടെ വീട്ടിലൊരു മോഷണം നടന്നു, അതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ തല്ലിയത്. അല്ല, അതിൻ്റെ പിന്നിലേനി താൻ തന്നെയാണോ? വക്കീൽ ചോദിക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്നും ഞെട്ടുകയാണെങ്കിലും വിക്രം വേഗം പറയുന്നുണ്ട്, അല്ല സാറേ, ഇനിയാണെങ്കിൽ തന്നെ സാഹചര്യ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോരാം. ഇന്നത്തെ കാലത്ത് ക്യാമറ കണ്ണുകളെല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട്. ആ വീട്ടിൽ ക്യാമറ വേണമെന്നില്ല. പരിസരത്ത് ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വന്ന വണ്ടിയുടെ നമ്പറുകളൊക്കെ പോലീസിന് നിഷ്പ്രയാസം കണ്ടെത്താൻ സാധിക്കും. അപ്പോഴും വിക്രം ചെറുതായിട്ടൊന്ന് പരുങ്ങുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. സംശയത്തിൻ്റെ ബലത്തിൽ ഒരാണിൻ്റെ നേരെ കൈവെക്കാൻ ഒരു പെണ്ണിന് അധികാരമൊന്നുമില്ല. അവിടെ കൂടി നിന്ന് ആരെങ്കിലും മൊഴി കൊടുക്കുമോ? അത് പിന്നെ എന്നൊക്കെ വിക്രം പറയുമ്പോഴേക്കും അയാൾ ചോദിക്കുന്നുണ്ട്, അവരാരെങ്കിലും അറിയുമോ? അറിയാം സാറേ, 1-2 പേരെ ഞാൻ കണ്ടിട്ടുള്ളതാ. അങ്ങനെയെങ്കിൽ അവരിൽ 2-3 പേരെ പോയി കാണണം, എന്നിട്ട് അവരെ സ്വാധീനിക്കണം. ഇത്തിരി പൈസ കൊടുത്താലും കുഴപ്പമില്ല. രാഹുൽ സാറിൻ്റെ ഭാര്യയോടും മകളോടും പറഞ്ഞാൽ മതി, അവരതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരും. അവർക്കും നിങ്ങളെപ്പോലെ തന്നെ കല്യാണി എന്ന് പറഞ്ഞ പെൺകുട്ടി ജയിലിൽ കിടക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, അതെ സാറേ, അവൾ ജയിലിൽ കിടക്കണം. അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് അവൾ ഞങ്ങളെ. അല്ല, ആ കുട്ടി തൻ്റെ മോളല്ലേ? എൻ്റെ മോളൊന്നുമല്ല സാർ, ഞാനത് അംഗീകരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്നാലും മോളല്ലേ? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സാറേ, മോളൊക്കെ തന്നെയാണ്, പക്ഷേ കുട്ടിക്കാലം മുതലേ അവൾ ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാലേ ഒരു പെൺ ഗുണ്ടയെന്ന് വിളിക്കാം. ക്രിമിനലാ സാറേ, പെണ്ണാണെങ്കിലും പക്ക ക്രിമിനലാ. വക്കീലിങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, സാറേ, അവൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം സാറേ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതാണല്ലോ എൻ്റെ പണി. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.